Characteristics of HRD audit. HRD audit is comprehensive. HRD audit examines linkages with other systems. HRD audit is business driven. അപ്പോൾ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ HRD ഓഡിറ്റിന് പറയുന്നത്. ആദ്യം HRD audit is comprehensive, പിന്നെ examines linkage with other systems. Audit is a business driven. HRD ഓഡിറ്റ് ബിസിനസ് ഡ്രൈവൺ ആണ്. അപ്പോൾ HRD ഓഡിറ്റ് ഇസ് കോംപ്രഹെൻസീവ് എന്ന് പറയുന്നത് ഓഡിറ്റ് എവിടെ തുടങ്ങുന്നത്, നമുക്കൊരു ബിസിനസ്സിനെ പറ്റിയിട്ടുള്ളൊരു ഫ്യൂച്ചർ അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പോൾ അതേപോലെ തന്നെ പ്ലാൻസും വേണം, പിന്നെ കോർപ്പറേറ്റ് സ്ട്രാറ്റജീസും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ HRD ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. While the HRD audit can be performed even in organizations that lack well-formulated future plans and strategies, it is most effective as a tool when the organization already has such long-term plans in place. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കണക്ക് വെൽ പ്ലാൻസും കോർപ്പറേറ്റ് സ്ട്രാറ്റജീസും ഒന്നും ഇല്ലാത്ത ഓർഗനൈസേഷന് വേണമെങ്കിലും നമുക്ക് HRD ഓഡിറ്റ് ചെയ്യാം. പക്ഷേ HRD ഓഡിറ്റ് കൂടുതൽ ഇഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ലോങ് ടേം പ്ലാൻസ് ഓൾറെഡി ഉള്ള ഓർഗനൈസേഷന് ചെയ്യുവാണെങ്കിലാണ് കൂടുതൽ ഇഫക്റ്റീവ് ആവുക. അത്രയേ ഉള്ളൂ. ഇനി HRD audit examines linkages with other systems. HRD audit other system ആയിട്ടുള്ള ലിങ്കേജസ് പഠിക്കും. HRD audit examines linkages with HRD and other systems like total quality management, personnel policy, strategic planning and so on. അപ്പം HRDയും ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, പേഴ്സണൽ പോളിസീസ്, സ്ട്രാറ്റജിക് പ്ലാനിങ് ഇതൊക്കെ ആയിട്ടുള്ള റിലേഷൻസ് പഠിക്കും HRD ഓഡിറ്റ് ചെയ്യുമ്പോൾ. സജഷൻസ് ആർ മെയ്ഡ് ബൈ ഇവാലുവേറ്റിംഗ് ദ ആൻസേഴ്സ് ടു ദ aforementioned questions about the future HRD strategies required by the company. കമ്പനിക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ HRD സ്ട്രാറ്റജീസ് വേണ്ടി വരും എന്ന് ഈ പറയുന്ന ലിങ്കേജസ് എല്ലാം പഠിച്ചിട്ട് നമുക്ക് സജഷൻസ് തരും. ദ സ്ട്രക്ചർ നീഡ് ടു ഡെവലപ്പ് ന്യൂ കോമ്പീറ്റൻസീസ്, ദ സിസ്റ്റം ദാറ്റ് നീഡ് ടു ബി സ്ട്രെങ്തൻ. അതായത് നമ്മൾ പുതിയ കോമ്പീറ്റൻസീസ് ഒക്കെ എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് സ്ട്രെങ്തൻ ചെയ്യേണ്ടത്. ആൻഡ് ദ സ്റ്റൈൽസ് ആൻഡ് കൾച്ചർ ദാറ്റ് ആർ കോമ്പാറ്റിബിൾ വിത്ത് ദ കമ്പനീസ് HRD പ്രോസസ്സ്. പിന്നെ നമ്മളെ സ്റ്റൈൽസും കൾച്ചേഴ്സും ഇതൊക്കെ നമ്മുടെ HRD പ്രോസസ്സുമായിട്ട് അലൈൻ ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളത്. പർട്ടിക്കുലർലി സ്റ്റൈൽ ഓഫ് ദ ടോപ്പ് മാനേജ്മെൻറ്റ്, പ്രത്യേകിച്ച് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ റൂൾ, അതായത് പോളിസീസ്, കമ്പനി പോളിസീസും കാര്യങ്ങളുമൊക്കെ നമ്മുടെ കമ്പനിയിൽ മൊത്തത്തിൽ അക്സെപ്റ്റബിൾ ആയിട്ട് പോകുന്നുണ്ടോ, അപ്പോൾ അത് നോക്കും. ലാസ്റ്റ് പോയിന്റ്, HRD ഓഡിറ്റ് ഇസ് എ ബിസിനസ് ഡ്രൈവൺ. HRD ഓഡിറ്റ് ഓൾവേസ് കീപ് ബിസിനസ് ഗോൾസ് ഇൻ ഫോക്കസ്. അപ്പം എപ്പോഴും HRD ഓഡിറ്റ് എന്ത് ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ബിസിനസ് ഗോൾസിനെയാണ് ഫോക്കസ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ഇറ്റ് അറ്റംപ്റ്റ്സ് ടു ഇൻട്രൊഡ്യൂസ് പ്രൊഫഷണലിസം ഇൻ ടു HRD. അതേ സമയത്ത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൽ പ്രൊഫഷണലിസം കൊണ്ടുവരാനും കൂടി നോക്കും. ആ പ്രൊഫഷണലിസത്തിൽ കൂടെ നമ്മുടെ ബിസിനസ് ഗോൾസ് അച്ചീവ് ചെയ്യാനാണ് നോക്കുന്നത്. ഇൻ കീപ്പിംഗ് ദ ബിസിനസ് ഫോക്കസ് അറ്റ് ദ സെൻറ്റർ, HRD ഓഡിറ്റ് അറ്റംപ്റ്റ്സ് ടു ഇവാലുവേറ്റ് HRD സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം, സ്റ്റാഫ്, സ്കിൽ ആൻഡ് സ്റ്റൈൽ. അപ്പോൾ ഇങ്ങനെ പ്രൊഫഷണലിസം കൊണ്ടുവരുന്നതിലോടുകൂടി എന്തൊക്കെയാണ് HRD സ്ട്രാറ്റജീസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് വെച്ചാൽ HRD സ്ട്രാറ്റജീസ്, സ്ട്രക്ചർ, സിസ്റ്റം, സ്റ്റാഫിൻ്റെ സ്കില്ല്, സ്റ്റൈൽ, എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് HRD ഓഡിറ്റ് എന്ന് പറയുന്നത്. 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. HRD ഓഡിറ്റ് ഇസ് കോംപ്രഹെൻസീവ്, HRD ഓഡിറ്റ് എക്സാമിൻസ് ലിങ്കേജസ് വിത്ത് അതർ സിസ്റ്റംസ്, HRD ഓഡിറ്റ് ഇസ് ബിസിനസ് ഡ്രൈവൺ.